ശ്വേതാ മേനോനെതിരെ കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. പരാതിയിലെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തും. 25 വർഷങ്ങൾക്ക് മുൻപും അടുത്തിടെയും അഭിനയിച്ച സിനിമകളെക്കുറിച്ചും ആരോപണമുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യണം. ഒരു 25 കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 67A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും 3 and 5 ഓഫ് ITP ആക്ടിലാണ് നമ്മൾ കേസ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ശ്വേതാ മേനോനെ പിന്തുണച്ച് നടൻ രവീന്ദ്രൻ, സഹപ്രവർത്തക നേരിട്ടത് ദൗർഭാഗ്യകരമായ അനുഭവമാണ്. അഭിനേതാക്കൾക്കെതിരെ വരുന്ന കുബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർത്തു തോൽപ്പിക്കണം. അഭിനേതാക്കൾക്ക് നിയമാനുസൃതമായി അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണം. ഗൂഢാലോചനയുണ്ടായോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. അഭിനേതാക്കളെ കരിവാരി തേക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടി സിനിമാ നയത്തിൽ ഉണ്ടാവണമെന്നും നടൻ രവീന്ദ്രൻ പറഞ്ഞു. താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ പരാതി ആസൂത്രിതമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. സംഘടനയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് രവീന്ദ്രൻ മത്സരിക്കുന്നത്. ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനയം ഒരു കലയാണ്. അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല.